വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. അയ്യോ, ഇതാണോ കല്യാണച്ചക്കൻ? ഇത് കല്യാണ തന്തയാണ്. ഇങ്ങേരെ കല്യാണച്ചക്കൻ എന്ന് വിളിക്കാനാവില്ല. പന്തലിൽ കൂട്ടം കൂടി നിന്ന ഒരു ചെറുക്കന്റെ സംസാരം കേട്ട് അവിടെ കൂടിയവർ അടക്കി ചിരിച്ചു. ചില പെണ്ണുങ്ങൾ വായ്പൊത്തി ചിരിച്ചു. ചിലർ ഒന്നുകൂടി ആ കല്യാണച്ചക്കനെ പാളി നോക്കി. അടുത്ത് ബനാറസ് പട്ടുസാരി ഉടുത്ത് മണവാട്ടി ചമഞ്ഞ് നാണം കുഴുങ്ങിയിരിക്കുന്ന പുതുപ്പെണ്ണ് രേഖയ്ക്ക് 35 വയസ്സേ ഉള്ളൂ. ഈ പെണ്ണിന് ഇത് എന്തിന്റെ അസുഖമാണ്? ഒരു ജാതകദോഷമുണ്ടെന്ന് കരുതി ഒരു കിഴവന്റെ കൂടെ പോകാൻ അവള് കാശ് മാത്രം നോക്കി കാണൂ. കൂടെ നിന്ന ഒരു അയൽവാസി പെണ്ണ് പറഞ്ഞു. ഇത് കേട്ട ഒരു മധ്യവയസ്ക ആ പറഞ്ഞ പെണ്ണിനെ നോക്കി ഒരു പുച്ഛച്ചിരി ചിരിച്ചു. നിനക്ക് 35 വയസ്സായില്ലേ? നല്ലൊരു കെട്ടിയോ നിനക്കും ഉണ്ടായിരുന്നില്ലേ? ഒഴിവാക്കി പോന്നിട്ടിപ്പോ വയസ്സിനെങ്കിൽ വയസ്സൻ ഒരുത്തനെ കൂടെ ഇറങ്ങിപ്പോ, എന്നിട്ട് മനുഷ്യരെ കളിയാക്ക്. അവർ പറഞ്ഞു. ആ പെണ്ണാകെ നാണം കെട്ടു. ആദ്യത്തെ 2 കെട്ടിയോളുമാരിലും കുട്ടികളില്ല. ആരുടെ കുഴപ്പമാണാവൂ? വേറൊരുത്തി പറഞ്ഞു. എന്നു കരുതി ഇതിലുണ്ടായിക്കൂടുന്നില്ലല്ലോ. അങ്ങേർക്ക് 55 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോ അങ്ങേരുടെ കുഴപ്പമാണെങ്കിൽ തന്നെ നിങ്ങൾക്കെന്താ? രേഖ എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ കല്യാണത്തിന് സമ്മതിച്ചത്? ഒന്നും മിണ്ടാതിരിക്കും പെണ്ണുങ്ങളെ, ഇങ്ങനെ കുശുകുശുക്കാതെ ആ മധ്യവയസ്ക പറഞ്ഞു. 55-കാരൻ മദന്റെ 3ാം കല്യാണമാണിത്. ആദ്യ ഭാര്യ അർബുദം വന്നും 2ാം ഭാര്യ ഇവർക്ക് തകരാർ സംഭവിച്ചു മരിച്ചു. ആദ്യ ഭാര്യ ലക്ഷ്മിക്കുട്ടിയുടെ കൂടെ 10 കൊല്ലവും 2ാം ഭാര്യ സുനന്ദയുടെ കൂടെ 6 കൊല്ലവും മദനം ജീവിച്ചു. ഇനിയൊരു കല്യാണം വേണ്ട എന്ന് മദനൻ ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷെ വയസ്സ് കൂടുന്തോറും മദനൻ ആദി കയറി വേവലാതിയായ മദനൻ വയസ്സുകാലത്ത് ചൂടുവെള്ളം ഉണ്ടാക്കി തരാൻ ആരാ എന്റെ കണ്ണടഞ്ഞാൽ എന്ന അമ്മ ലളിതമ്മയുടെ നിർബന്ധത്തിന് കൂടി വഴങ്ങി പെണ്ണുകെട്ടാൻ തയ്യാറായി. 2 മാസം മുൻപ് ബ്രോക്കർ കുഞ്ഞു മുഹമ്മദ് മദനന്റെ വീട്ടിൽ വന്നിരുന്നു. മദന നല്ലൊരു കുട്ടിയുണ്ട്, നല്ല പഠിപ്പും വിവരമൊക്കെയുണ്ട്. പേര് രേഖയെന്നോ മറ്റോ ആണ്. ഞമ്മക്കൊന്ന് പോയി നോക്കിയാലോ? കുഞ്ഞഹമ്മദ് വെള്ളുക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മറത്ത് കാലും നീട്ടി വെച്ച് കട്ടൻ ചായ കുടിക്കുകയായിരുന്ന മദനൻ എഴുന്നേറ്റു. ആണോ കുഞ്ഞഹമ്മദ്? എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടില്ലേ? മദനൻ സ്വത്തസിദ്ധമായ ഗൗരവം വിടാതെ ചോദിച്ചു. വല്ലാത്തൊരു വെള്ളിയിടങ്ങേറ് വാപ്പാ ഇത്. എല്ലാം പറഞ്ഞേക്കണു മദന, ഇജ്ജ് വേഗം റെഡിയായി വാ, ഞാനിവിടെ കുത്തിരുന്നോളാം. കുഞ്ഞഹമ്മദ് ബീഡിക്കറപ്പൂരിണ്ട പല്ലുകൾ കാട്ടി ചിരിച്ചു. കുഞ്ഞഹമ്മദ് ആ നാട്ടിലെ അവസാനത്തെ കല്യാണ ബ്രോക്കറാണ്. മാരേജ് ബ്യൂറോകളും ഓൺലൈൻ മാട്രിമോണികളും മരക്കൂണുകൾ പോലെ മുളിച്ചു പൊന്തിയതൊന്നും മൂപ്പർ അറിഞ്ഞിട്ടില്ല. തരുണിമണികളുടെ വിലാസം എഴുതിയ ഡയറിയും കക്ഷത്തിൽ തിരികെ മൂപ്പർ രാവിലെ ഇറങ്ങും. മൂപ്പർക്കാകെ ആധുനികമെന്ന് പറയാനുള്ളത് പഴയൊരു മൊബൈൽ ഫോണാണ്. അതാണെങ്കിൽ ഒരാൾ സമാനമായി നൽകിയതും. പെണ്ണു കിട്ടാതെ കുറെ കാലം അരഞ്ഞു തിരിഞ്ഞു നടന്നൊരു ചെക്കന് നല്ലൊരു പെണ്ണ് ശരിയാക്കി കൊടുത്ത സന്തോഷത്തിൽ ആ ചെക്കൻ കൊടുത്തതാണ്. മദനൻ കരിനീല ഷർട്ടും അതേ നിറത്തിലുള്ള കരയുള്ള വെള്ള ഡബിൾ മുണ്ടും ഉടുത്ത് ഒരുങ്ങിയിറങ്ങി. മദനനെ കണ്ട ബ്രോക്കർ കുഞ്ഞഹമ്മദ് വായ്പൊളിച്ച് അയാളെ മുച്ചൂട് നോക്കി. ബീഡിക്കറപ്പൂരന്റെ പല്ലുകാട്ടി ചിരിച്ചു. പഹയ ഇജ് വല്ലാത്തൊരു ചൊറുക്കായിക്കൊണ്ടല്ലോ. ഓൾക്കൊത്ത പുതിയാപ്പിളയാണ് ഇജ്. 55 വയസ്സിനൊന്നും എന്നെ കണ്ടാ പറയില്ല. കുഞ്ഞഹമ്മദ് ചിരിയോടെ പറഞ്ഞു. കുഞ്ഞഹമ്മദെ, നീ ആളെ കളിയാക്കാതെ വാ, മദനൻ ഗൗരവത്തോട് പറഞ്ഞുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. കുഞ്ഞഹമ്മദ് വേഗം പിന്നാലെ ചെന്നു. വല്ലാത്തൊരു വെള്ളിടങ്ങേർ വാപ്പായത്. ഇജ്ജപ്പോൾ ഈ മോന്തയും കയറ്റി പിടിച്ചിട്ട് നടക്കുള്ളൂ. എടാ, അന്റെ 2 പെണ്ണുങ്ങൾ മരിച്ചതും അനക്ക് കുട്ടികളുണ്ടാകാത്തതും അന്റെ കുഴപ്പം കൊണ്ടാന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അതിന് ഇജ്ജിങ്ങനെ മോന്ത കനപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. കുഞ്ഞഹമ്മദ് പറഞ്ഞുകൊണ്ട് കാറിൽ കയറിയിരുന്നു. എടാ, എന്റെ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടില്ലേ? കാർ ഓടിക്കുന്നതിനിടെ മദനൻ വീണ്ടും ചോദിച്ചു. വല്ലാത്തൊരു വെള്ളിടങ്ങേർ വാപ്പാ ഇത്. എല്ലാ കാര്യവും ഞാൻ ഓലോട് പറഞ്ഞിക്കണു. ഇനി ഇജ്ജ് പോയി കണ്ട എനക്ക് പിടിച്ചാൽ മതി. അന്റെ മാതിരി വലിയ പോരിയും കൂടിയൊന്നും മോൾക്കില്ല. ചെറിയൊരു പെരയാണ്, കുഞ്ഞഹമ്മദ് പറഞ്ഞു. മദനൻ ചിരിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ പെണ്ണിന്റെ വീടെത്തി. പെണ്ണിന്റെ അച്ഛനും അമ്മയും ആംഗ്ലമാരും കൂടി ഇരുവരെയും സ്വീകരിച്ചു. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ഹൃദയമായ ചിരിയും പ്രസരിപ്പും ആഹ്ലാദവും. ഇത് കണ്ട മദനന്റെ ഉള്ളൊന്ന് കുളിർന്നു. സാധാരണ മദനൻ പെണ്ണ് കാണാൻ പോകുന്നിടത്തൊന്നും ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടില്ല. അടിമുടിയുള്ള നോട്ടവും അകത്തു നിന്ന് പെണ്ണുങ്ങളുടെ ഈ വയസ്സിനാണോ എന്നുള്ള കുറുക്കൽ മാത്രമേ അയാൾക്ക് അനുഭവമുള്ളൂ. മദനൻ ഭവ്യതയോടെ കസാരയിലിരുന്നു. കുഞ്ഞഹമ്മദ് മദനെ നോക്കി ചിരിച്ചു. മദനും ചിരിച്ചു. പെണ്ണ് ചായ ഗ്ലാസുള്ള താലവും പിടിച്ച് പാദസ്വരം കിളക്കി നടന്നു വന്നു. മദനൻ തലയുയർത്തി നോക്കി. സുന്ദരിയാണ്. കുഴിഞ്ഞ താടി രേഖയുടെ മുഖത്ത് തെളിഞ്ഞു നിന്നു. മുടിയൊക്കെ നന്നായി വാർന്നു വെച്ചിട്ടുണ്ട്. ഒതുക്കമുള്ള ശരീരം, നല്ല ഉയരം. മദനന് പെണ്ണിനെ ഇഷ്ടമായി. ചായ കുടിക്കുമ്പോൾ രേഖ തന്റെ മുഖത്ത് നോക്കാത്തതിന് മദനന് അലോസരമുണ്ടാക്കി. അയാൾ അസ്വസ്ഥനായി കുഞ്ഞഹമ്മദിനെ നോക്കി. എന്നാ ഓൾക്കെന്തെങ്കിലും വർത്താനം പറയണമെങ്കിൽ ആയിക്കോട്ടല്ലേ, ഞമ്മങ്ങോട്ട് മാറിക്കൊടുക്ക. കുഞ്ഞഹമ്മദ് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അതെ അതെ എന്നും പറഞ്ഞുകൊണ്ട് പെണ്ണിന്റെ അച്ഛനും മറ്റുള്ളവരും എഴുന്നേറ്റ് അപ്പുറത്തേക്ക് പോയി. ദേ മോളെ, ഇതെങ്കിലും നന്നായി നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദയവ് ചെയ്ത് അങ്ങോരോടെങ്കിലും ഒന്നും വിസ്തരിച്ചു പറയില്ലേ, രേഖയുടെ അമ്മ സങ്കടത്തോട് പറഞ്ഞു. രേഖ അമ്മയെ ജ്വലിക്കുന്ന കണ്ണുകളോടെ തുറപ്പിച്ചു നോക്കി. എല്ലാവരോടും പറയുന്ന പോലെ ഇയാളോടും പറയും. സൗകര്യമുണ്ടെങ്കിൽ കെട്ടട്ടെ, മറച്ചു വെച്ച് ഞാനെന്ന ബാധ്യത ഒഴിവാക്കി വിട്ടിട്ട് എന്ത് കാര്യം? എന്നെങ്കിലും അറിഞ്ഞാൽ അവരെന്നെ ഇവിടെ കൊണ്ട് വന്നാക്കും. കാലാകാലം തോരാത്ത കണ്ണീരും പൊഴിച്ച് എനിക്ക് ജീവിക്കേണ്ട. ഇങ്ങേർക്ക് ഇതുവരെ കുട്ടികളുണ്ടായില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും അടിഞ്ഞൊരുങ്ങി ഇയാളുടെ മുൻപിൽ ചെന്ന് നിന്നത്.
ഉറച്ചതായിരുന്നു രേഖയുടെ വാക്കുകൾ. കണ്ണിൽ നിന്നും തീപ്പൊരി ചിതറുന്ന പോലെ അമ്മയ്ക്ക് തോന്നി. എന്റെ ഗുരുവായൂരപ്പ, ഇതെങ്കിലും ഒന്ന് നടന്നു കാണണേ, അങ്ങേർക്കെങ്കിലും നല്ലൊരു മനസ്സ് കൊടുത്തു കാക്കണേ. അമ്മ കണ്ണടച്ച് കരളു നുറുങ്ങി പ്രാർത്ഥിച്ചു. രേഖ പതുക്കെ മദനന്റെ പുറകിൽ പോയി നിന്ന് ഒച്ചയണകി. മദനൻ തിരിഞ്ഞു നോക്കി. അവളെ കണ്ട അയാൾ നന്നായി ഒന്ന് ചിരിച്ചു. അവളും ചിരിക്കാൻ ശ്രമിച്ചു. എന്താ പേര്? മദനൻ ചോദിച്ചു. രേഖ. അവൾ അയാളുടെ മുഖത്ത് നോക്കി മറുപടി പറഞ്ഞു. ലജ്ജയില്ലാത്ത അവളുടെ മുഖഭാവം അയാളെ അതിശയപ്പെടുത്തി. ഏതുവരെ പഠിച്ചു? MSc ഫിസിക്സ്. ജോലി വല്ലതും ചെയ്തിരുന്നു. ഒരു പാരൽ കോളേജിൽ പഠിപ്പിക്കാൻ പോയിരുന്നു. മെനക്കേട് മാത്രമല്ലാതെ ശമ്പളം കുറവായിരുന്നു. കഴിഞ്ഞ മാസം നിർത്തി. PSC പരീക്ഷകളൊന്നും മുടക്കാറില്ല. എല്ലാം എഴുതുന്നുണ്ട്, രേഖ പറഞ്ഞു. മദനൻ ചിരിച്ചു. ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഞാൻ 10-20 കൊല്ലം ഗൾഫിലായിരുന്നു. ഇപ്പോൾ നാട്ടിലാണ്. എന്നെക്കുറിച്ച് എല്ലാം കുഞ്ഞഹമ്മദ് പറഞ്ഞു കാണുമല്ലോ അല്ലേ? അതുകൊണ്ട് ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. നേരെ അങ്ങ് ചോദിക്കാം. എന്നെ ഇഷ്ടമായ രേഖയ്ക്ക്? മദനൻ ചിരിവിടാതെ ചോദിച്ചു. രേഖ ചുറ്റും നോക്കി വാതിലിന് പുറകിൽ അമ്മയും അച്ഛനും മറിഞ്ഞു നിന്ന് കേൾക്കുന്നത് അവൾ കണ്ടു. എനിക്ക് ഇഷ്ടക്കേടുമൊന്നുമില്ല. പക്ഷേ അവൾ വാക്കുകൾ മുഴുമിപ്പിക്കാതെ മുറിച്ചു. മദനന്റെ മുഖത്തെ ചിരി മങ്ങി. മുഖം വാടി. അയാൾ അവളെ തന്നെ നോക്കി നിന്നു. എനിക്ക് 35 വയസ്സുണ്ട്, അവൾ പറഞ്ഞു. മദനൻ ഉറക്കെ ചിരിച്ചു. അതാണോ മഹാകാര്യം? എനിക്ക് 55 വയസ്സുണ്ട് കുട്ടി. പിന്നെന്താ? ആട്ടെ, ഈ 35 വയസ്സ് വരെ വിവാഹം കഴിക്കാതിരിക്കാൻ കാരണം എന്താ പറയാമോ? മദനൻ എന്തൊക്കെയോ സന്ദേഹത്തോടെ ചോദിച്ചു. രേഖ പല്ലുകൾ വെളിയിൽ കാണുക ചിരിച്ചു. പ്രേമനൈരാശ്യമൊന്നുമല്ല കേട്ടു. ആദ്യം മനസ്സിലേക്ക് വന്നത് അതാവുമല്ലേ? രേഖ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മദനും ചിരിച്ചു. അയാളുടെ ഉള്ളിൽ ചെറിയൊരു ആശ്വാസത്തിന്റെ തെനൽ വീശി. മദനൻ പിന്നെന്തെന്ന ഭാവത്തോടെ അവളെ വീണ്ടും നോക്കി. എന്റെ ജാതകം, അതിലെനിക്ക് ഭർത്താവ് വാഴില്ല എന്നുണ്ടായിരുന്നു. ദീർഘസുമംഗലി യോഗം എനിക്കില്ല. അച്ഛൻ പിന്നീട് ജാതകം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയപ്പോൾ നല്ല പൈസ കൊടുത്ത് തിരുത്തി എഴുതിച്ചെങ്കിലും ഞാൻ കാണാൻ വരുന്ന എല്ലാവരോടും കാര്യം തുറന്നു പറയും, രേഖ പറഞ്ഞു. ഇത് കേട്ട മദനൻ ശബ്ദമുണ്ടാക്കാതെ ചിരിച്ചു. ജാതകം തിരുത്തിയ സ്ഥിതിക്ക് ഇത് പുറത്തു പറയേണ്ട കാര്യമുണ്ടോ രേഖ? ആരറിയാനാ, വിഡിത്തമെന്നല്ലാതെ, മദനൻ പറഞ്ഞു. രേഖയും ഊറിച്ചിരിച്ചു. വേണം, പറയണം. എന്തെങ്കിലും ദോഷമുണ്ടായാൽ വന്നു കയറിയ പെണ്ണിന്റെ കുറ്റം. ഇതുവരെ ഐശ്വര്യത്തോടെ ജീവിച്ച വീടാണ്. അവൾ വന്നതിന് ശേഷമായി അനർത്ഥങ്ങളൊക്കെ ഉണ്ടായത്. ഇനിയിപ്പോ അവളുടെ ജാതകം നേരെ ചൊവ്വേ നോക്കിയില്ലേ ആവൂ. ഇനി അതെങ്ങാനും തിരുത്തിച്ചതാണോ? ഇങ്ങനെ കുടുംബത്തിലുള്ള ഒരു കാർന്നോർ പറഞ്ഞാൽ അതോടെ വിശ്വാസമില്ലാത്തവർക്കും ഉള്ളവർക്കും എല്ലാവർക്കും ശങ്കയായി. പിന്നെ പ്രശ്നമെപ്പായി. എന്റെ അച്ഛനോട് വന്ന ചോദ്യമായി. നിങ്ങൾക്കറിയോ, എന്റെ ജാതകം ആദ്യം എഴുതിയ ജനാർദ്ദൻ പണിക്കർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ എന്റെ കാര്യം പറയണ്ടല്ലോ. സമാധാനമെന്നൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ബുദ്ധിമുട്ടി വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. അല്ലാതെയും ജീവിക്കാം. രേഖ റെക്കോർഡ് ചെയ്തു വെച്ച പോലെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. വാതിൽ പാളികൾക്ക് പുറകിൽ മറിഞ്ഞു നിന്ന രേഖയുടെ അച്ഛനും അമ്മയും ഇത് കേട്ട് നിരാശയിൽ നെടുവീർപ്പിട്ടു. ഗുരുവായൂരപ്പ കാക്കണേ, ഇരുവരും ഉള്ളിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ അധികം പേരൊന്നും കാണാൻ വന്നിട്ടില്ല. പഠനം കഴിഞ്ഞു മതി കല്യാണമെന്നായിരുന്നു എന്റെ വാശി. കുറച്ചു പേരൊക്കെ വന്നു. എന്നെ ഇഷ്ടപ്പെട്ടു. അവരോട് കാര്യങ്ങൾ തുറന്നു പറയും. ചില വിശ്വാസികൾ വലിയ വർത്തമാനമൊക്കെ പറയും. ആദ്യം താനൊക്കെ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കണേ, ജാതകം കോതകം, എനിക്കതിലൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു പോകും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വിളിച്ചു പറയും. വകയിൽ അമ്മാവൻ പറഞ്ഞു ഈ ബന്ധം വേണ്ട എന്ന്. അങ്ങനെ എന്റെ ജാതകം പരസ്യമായ രഹസ്യമായി. അതുകൊണ്ടിപ്പോ അങ്ങനെ ആരും കാണാനും വരാറില്ല, രേഖ പറഞ്ഞു. ഇത് കേട്ട് മദനും കുറച്ച് ഉറക്കെ തന്നെ ചിരിച്ചു. ഒരു പരിഹാസിച്ചു ആ ചിരിയിലുണ്ടോ എന്ന് രേഖ സംശയിച്ചു. ഇതൊക്കെ നാളെ ഉണ്ടാകാമെന്നുള്ള വെറുമൊരു സാധ്യത മാത്രമല്ലേ രേഖ? അതിനുവേണ്ടി ഇത്രയും നാൾ വിവാഹം കഴിക്കാതെ മദൻ പറഞ്ഞു. സാധ്യതയ്ക്ക് സാധ്യതയുണ്ടല്ലോ. എന്തിനൊരു പരീക്ഷണം? സ്വന്തം തെറ്റുപോലും വന്നു കയറിയ പെണ്ണിന്റെ തലയിൽ കെട്ടിവെക്കുന്ന കാലമല്ലേ? ലോകം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഇത് തുറന്നു പറഞ്ഞ് എന്നെ കെട്ടിക്കൊണ്ടു പോകാൻ ആണായി പിറന്ന ഒരാൾ പോലും ഇതുവരെ വന്നില്ലല്ലോ എന്ന് കരുതി വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും ഞാനില്ല. ഇതെന്റെ നിലപാടാണ്, രേഖ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. രേഖ വിശ്വാസിയാണോ? മദൻ ചോദിച്ചു. ആണെന്നും അല്ലെന്നും പറയാം. എന്നാലും ഇങ്ങനെ ഉള്ളതൊന്നും എനിക്ക് രേഖ മുഴുപ്പിച്ചില്ല. രേഖ എന്റെ ആദ്യ ഭാര്യ ലക്ഷ്മിക്കുട്ടിക്കും എനിക്കും 10ൽ 8 പൊരുത്തമുണ്ടായിരുന്നു. രണ്ടാമത്തെ ഭാര്യ സുനന്ദയ്ക്കും അതെ. എന്നിട്ടും മരിച്ചത് ഞാനല്ലല്ലോ, അവരല്ലേ. ഇപ്പോൾ എന്തു പറയുന്നു? മദനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിതൊന്നും പ്രശ്നമേ അല്ല രേഖ. നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പോലെയാണ് കുറച്ചെങ്കിലും നമ്മുടെ ഭാവി. ബാക്കി ദൈവവും. എനിക്കിഷ്ടമായി നിന്നെ. ഞാൻ പോകുന്നു. ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. എനിക്ക് വകയിലെ അമ്മാവനും കാരണവന്മാരും ഒന്നുമില്ല മുടക്കാൻ. 30 പഴയൊരു കമ്മ്യൂണിസ്റ്റുകാരിയാ. എന്നാലും ഇപ്പോൾ കുറച്ചൊക്കെ വിശ്വാസിയാണ്. 75 വയസ്സായി, മദനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട രേഖയുടെ അമ്മയുടെ മനസ്സും കരളും നിറഞ്ഞു തുളുമ്പി. ഗുരുവായൂരപ്പനെ ഉള്ളുരുകി വിളിച്ചു. ഗുരുവായൂരപ്പൻ ഒരു പഴക്കുലകൾ കൊണ്ട് തുലാഭാരം നേർന്നു. രേഖ ആദരവോടെ അയാളെ നോക്കി. നിറഞ്ഞു തുളുമ്പുന്ന മനസ്സോടെ അവൾ മദനൻ കാറിൽ കയറി പോകുന്നത് നോക്കി നിന്നു. അവൾ നിറമുള്ള കിനാക്കൾ കണ്ടു. പകൽ കിനാവുകളിൽ പോലെ മദനൻ ഓടിയെത്തി. അങ്ങനെ വന്നെത്തിയ കല്യാണ നാളാണ് ഇന്ന്. താലി കെട്ടിക്കഴിഞ്ഞ് മദനൻ രേഖയുടെ കൈ പിടിച്ച് സ്വന്തം വീട്ടിലെത്തി. കറണ്ടില്ലാത്തത് കൊണ്ട് പന്തലിൽ ജനറേറ്ററിന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. കാത്തുനിന്നവർ പുതുപ്പെണ്ണിന്റെ ചന്തം കണ്ട് മൂക്കത്ത് വിരൽ വെച്ചു. യുവാക്കൾ കിളവന്റെ ഒരു യോഗം നോക്കണേയെന്ന് പെറുപെറുത്തു. കുശുമ്പത്തി പെണ്ണുങ്ങൾ എന്തുണ്ടായിട്ടെന്താ കുട്ടികളുണ്ടാവില്ലല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് ആശ്വസിച്ചു.
മദനന്റെ അമ്മ ലളിതമ്മ വിളക്ക് കയ്യിൽ കൊടുത്ത് ആരതി ഒഴിഞ്ഞു. അവളെ വീട്ടിലേക്ക് ആനയിച്ചു. രേഖ വലതുകാൽ വെച്ചു കയറിയതും പെട്ടെന്ന് കറണ്ട് വന്നു. ആകെ മഞ്ഞ വെളിച്ചത്തിൽ ആ വീട് മുങ്ങിക്കൊള്ളിച്ചു. കണ്ടോ, പെണ്ണ് വലതുകാൽ വെച്ചതേ ഉള്ളൂ, വെളിച്ചം കത്തിയത് കണ്ടു. ഐശ്വര്യം നോക്കണേ, പെണ്ണ് ദീർഘസുമംഗലിയാവും. ഏതോ ഒരു വൃദ്ധ കൂട്ടത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് രേഖയും മദനനും ആകെ പൊട്ടിച്ചിരിച്ചും പുഞ്ചിരിച്ചും പരസ്പരം നോക്കി. അങ്ങനെ ഈ മൂന്നാം കല്യാണത്തോടെ മദനന് നാട്ടിലെ അസൂയക്കാർക്കിടയിൽ കല്യാണത്തന്ത എന്ന പേര് വീണു. അന്ന് വൈകിട്ട് ബ്രോക്കർ കുഞ്ഞഹമ്മദിനെ വിളിച്ചു കുറിച്ച് പൈസ കൂടി മദനൻ കൊടുത്തു. എന്താ മദന ഇത്? ഇജ്ജ് പൈസ ഫീസായിട്ട് തന്നതല്ലേ? വല്ലാത്തൊരു വെല്ലിടങ്ങേറ് വാപ്പാ ഇത്, കുഞ്ഞഹമ്മദ് പറഞ്ഞു. ഇരിക്കട്ടെ കുഞ്ഞഹമ്മദ്, നീ എന്റെ ചങ്ങാതിയും കൂടിയല്ലേ, പോയിട്ട് നല്ലൊരു തൊടുന്ന ഫോൺ വാങ്ങിക്കൂ. ഇന്ന് എനിക്ക് സന്തോഷത്തിന്റെ ദിവസമല്ലേട, മദനൻ പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടല്ലേ, വല്ലാത്തൊരു വെല്ലിടങ്ങേറ് വാപ്പാ ഇത്, കുഞ്ഞഹമ്മദ് ഉറക്കെ ചിരിച്ചുകൊണ്ട് പോയി. ആദ്യ രാത്രിയിൽ നാടൻ മാറി തുടങ്ങിയപ്പോൾ രേഖ മദനന്റെ നെഞ്ചിൽ തലവെച്ച് കുറെ നേരം കിടന്നു. ഏട്ടാ, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്, രേഖ പതുക്കെ പറഞ്ഞു. ആഹാ, ഇനിയുമുണ്ടോ കാരണങ്ങൾ? പറ കേൾക്കട്ടെ. എന്താ അത്? മദനൻ രേഖയുടെ പുറത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു. ഏട്ടന് കുട്ടികൾ ഉണ്ടാവില്ല എന്നും കൂടി കരുതിയാ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്, രേഖ പറഞ്ഞു. മദനൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി. അതെന്താ അങ്ങനെ? നിനക്ക് മക്കൾ വേണ്ടേ? കുട്ടികൾ ഇഷ്ടമല്ലേ? നിനക്ക് അമ്മയാകണ്ടേ? അതൊക്കെയുണ്ട്, പക്ഷേ അഥവാ നിങ്ങൾ എന്റെ ജാതകദോഷം കണ്ടുപിടിച്ച് ബന്ധം വേർപ്പെടുത്തിയാൽ ഞാൻ കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടില്ലേ? അതാണ്, രേഖ അല്പം നാണത്തോട് പറഞ്ഞു. അതിനാര് പറഞ്ഞു എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്? മദനൻ സ്വരം അല്പം കനപ്പിച്ചു. അതല്ല, ആദ്യത്തെ 2 ഭാര്യമാരിലും ഉണ്ടായില്ലല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. ഏട്ടന് വിഷമമായോ? രേഖയും അല്പം ഭയന്നു. ലക്ഷ്മിക്കുട്ടിക്ക് 2 പ്രാവശ്യം ഗർഭമുണ്ടായി, 2 അരസിപ്പോയി. സുനന്ദയ്ക്ക് ഉണ്ടായതേ ഇല്ല. കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അവൾക്കാണ് കുഴപ്പം. ഇതാണ് സത്യം. ഇതൊന്നും അറിയാത്ത നാട്ടുകാർ ഞാൻ ഷണ്ടനാണ് എന്നങ്ങ് ഉറപ്പിച്ചു, മദൻ പറഞ്ഞു. അതെയോ? സാറില്ല ഏട്ട, ഞാൻ അറിയാതെ. രേഖ മദനന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മദനൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു. ദിവസങ്ങൾ പഴുത്ത പ്ലാവില പോലെ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. ഇരുവരും യാതൊരു അനർത്ഥങ്ങളും ഇല്ലാതെ സന്തോഷ ജീവിതവുമായി ഒന്നിച്ച് യാത്ര ചെയ്യവേ രേഖയ്ക്ക് സർക്കാർ ജോലി കിട്ടി. കോടീശ്വരൻ മദനൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. രേഖയെ ജോലിക്ക് വിട്ടു. രേഖ നന്നായി സാരി ചുറ്റി സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ടെന്നും ജോലിക്ക് പോകും. ഇത്രയും മുതലുണ്ടായിട്ടും ഭാര്യയെ ജോലിക്ക് വിടുന്നത് കണ്ടില്ലേ? പിശുക്കൻ. ഭാര്യയുടെ കാശും കൊണ്ട് ജീവിക്കാനാവും ആ കല്യാണ തന്തയ്ക്ക്. ആദ്യം അസൂയക്കാർ അവളെ നോക്കി ഇങ്ങനെ പറഞ്ഞു. എന്താടാ, ഇവൾക്ക് ഇതുവരെ ഉടാവൊന്നും വന്നില്ലല്ലോ? ആ കല്യാണ തന്തയ്ക്ക് ഒന്നിനും വയ്യാവൂ. അവളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയ ഒരുവൻ പറഞ്ഞു. അങ്ങേർക്കുള്ള യോഗം നമുക്ക് വന്നില്ലല്ലോ, വേറൊരാൾ നിരാശയിൽ പറഞ്ഞു. കല്യാണത്തന്തയ്ക്ക് മുമ്പുള്ള 2 ഭാര്യമാര് മരിച്ചു പോയെന്ന് കേട്ടിട്ടുണ്ട്. ഇതിനെങ്കിലും മരിക്കുന്നതിന് മുൻപ് നമുക്കൊന്ന് ഇത് പറഞ്ഞവൻ അർത്ഥം വെച്ച് ചിരിച്ചു. പോയി ചോദിച്ചു നോക്ക്. കല്യാണത്തന്തയ്ക്ക് വയ്യാത്തോണ്ട് നിയന്ത്രണം വിട്ട് നിൽക്കുവാം അവൾ, ഇങ്ങനെ ഒരുത്തൻ മറുപടി പറഞ്ഞു. ദിവസങ്ങൾ വീണ്ടും കൊടിഞ്ഞുപോയി. ഇരുവരുടെയും ജീവിതം ആനന്ദത്തിലും സുഖത്തിലും സന്തോഷത്തിലും ആറാടി കടന്നുപോയിക്കൊണ്ടേയിരുന്നു. കിടപ്പറയിലും രേഖ ദേവിയും മദന ദേവനുമായി നിർവൃതി അടഞ്ഞു. സംതൃപ്തിയിൽ ഇരുവരും മറിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രേഖ ഗർഭിണിയായി. രേഖയും മദനനും കുഞ്ഞുക്കിനാക്കൾ കാണാൻ തുടങ്ങി. ജോലിക്ക് പോകുമ്പോൾ രേഖയുടെ വയർ ചെറുതായി വീർത്തത് ചില പെണ്ണുങ്ങളും ആണുങ്ങളും കണ്ടുപിടിച്ചു. ചില ആണുങ്ങൾക്കും ചില പെണ്ണുങ്ങൾക്കും അത് വിശ്വസിക്കാനായില്ല. ചിലർക്ക് അത് സഹിച്ചില്ല. അവന് നല്ല പ്രായത്തിൽ 2 കെട്ടിയിട്ട് ഉണ്ടാവാത്തത് ഇപ്പോൾ ഉണ്ടാവുകയോ? ഇത് അവന്റെ ഒന്നുമല്ല ഗർഭം, വേറെ ആരോ പറ്റിച്ചതാവും, ചില വൃദ്ധന്മാർ പറഞ്ഞു ചിരിച്ചു. നാട്ടിലെ പാട്ട് രേഖയുടെ ചെവിയിലും എത്തി. രേഖ വല്ലാതെ വിഷമത്തിലായി. അവൾ കരഞ്ഞു. എടി, സത്യം എനിക്കും നിനക്കും അറിയാം. നാട്ടുകാരങ്ങനെ പറയട്ടെ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റുമോ? നിനക്ക് ഞാനുണ്ട്. മദനൻ രേഖയെ ചേർത്ത് പിടിച്ചു. അവൾ ആ നെഞ്ചിൽ മുഖം ചേർത്ത് സന്തോഷാശ്രുകൾ പൊഴിച്ചു.